യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഉദ്ധരണിയാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. ബ്ലസ്സഡ് ആർ ദി മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. സൗമ്യതയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ഭൂമിയെ അവകാശമാക്കും. മീക്ക് എന്ന പദത്തിന് ഗ്രീക്കിൽ പ്രീയിസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആത്മാവിൻ്റെ വിനയം, താഴ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും നാം വെച്ച് പുലർത്തേണ്ട ആത്മാവിൻ്റെ ഫലമാണ് സൗമ്യത. എന്തെങ്കിലും ചെയ്യാനുള്ള അവകാശമോ ശക്തിയോ ഒരുവനിലുണ്ടായിരിക്കുകയും എന്നാൽ അതേസമയം മറ്റൊരാളുടെ പ്രയോജനത്തിനായി വിട്ടു നൽകുകയും ചെയ്യുക എന്നതാണ് സൗമ്യതയുടെ പ്രവൃത്തിപദം. പൗലോസ് അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെ: എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഇന്ന് ആത്മീയരെന്ന് പറയുന്ന പലരിലും ഇല്ലാതിരിക്കുന്ന ഒന്നാണ് സൗമ്യത, വിനയം, താഴ്മ എന്നിവ. സ്വയാശ്രക്കാരായും സ്വാർത്ഥ ലാഭത്തിനായി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം ക്രൈസ്തവ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലും നാം കണ്ടുവരുന്നു. സൗമ്യതയോടെ നടന്ന് താഴ്മ ധരിച്ച് വിനയപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത മാതൃക കാട്ടിത്തരുന്ന ആത്മീയ നേതാക്കളുടെ എണ്ണവും ഇന്ന് തുലോം ചുരുക്കമാണ്. എന്നാൽ നേതാക്കളിൽ നേതാവും ഗുരുക്കളിൽ ഗുരുവുമായിരിക്കുന്ന യേശു കർത്താവ് നമുക്കൊരു മാതൃക കാട്ടിത്തന്നിട്ടുണ്ട്. അതത്രേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു കർത്താവിന് താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് സൗമ്യതയുടെ ആത്യന്തികത. നാം സൗമ്യതയോടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലുണ്ടാകും എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കുകയും ചെയ്യും. സൗമ്യതയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന വാചകത്തിലെ ബ്ലസ്സഡ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് സന്തുഷ്ടർ എന്ന അർത്ഥവുമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം: സൗമ്യതയുള്ളവർ സന്തുഷ്ടരാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.